ഇതര മതക്കാരനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ യുവതിയായ മകളെ വീട്ടുതടങ്കലിലാക്കിയെന്ന് വ്യാജ വാർത്ത നൽകുന്നതായി കുടുംബത്തിന്റെ പരാതി. കാസർഗോഡ് ഉദുമയിലെ PV ഭാസ്കരനും കുടുംബവുമാണ് ചില മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും നടത്തുന്ന പ്രചാരണത്തിനെതിരെ രംഗത്തെത്തിയത്. ഇതരമതക്കാരനുമായുള്ള ബന്ധത്തെ തുടർന്ന് പെൺകുട്ടിയെ വീട്ടുതടങ്കലിലാക്കിയെന്ന കഴിഞ്ഞ ദിവസമാണ് ചില മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്ത വന്നത്. പെൺകുട്ടി കുടുംബത്തിനെതിരെ പരാതി പറഞ്ഞ് രംഗത്തെത്തിയ വീഡിയോ മാത്രം ആധാരമാക്കിയാണ് വാർത്ത നൽകുന്നതെന്നും വസ്തുത അതല്ലെന്നും PV ഭാസ്കരനും കുടുംബവും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2023 വാഹനാപകടത്തിൽ അരക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടമായി ചികിത്സയിൽ കഴിയുകയാണ് മകൾ. വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ശേഷവും രോഗം ഭേദമാകാത്ത സാഹചര്യത്തിൽ നാഡീ ചികിത്സ നടത്തിയിരുന്നു. ഇതിനായെത്തിയ നീലേശ്വരം കൊട്ടപ്പുറം സ്വദേശിയാണ് ഇപ്പോഴത്തെ പ്രചാരണങ്ങൾക്ക് പിന്നിൽ. രോഗം ഭേദമാക്കുമെന്നും വിവാഹം ചെയ്യാമെന്നും വാഗ്ദാനം നൽകി പെൺകുട്ടിയെ സ്വാധീനിച്ചു. ഇൻഷുറൻസ് തുകയും മകളുടെ പേരിലുള്ള സമ്പാദ്യവും തട്ടിയെടുക്കുകയാണ് ഇയാളുടെ ലക്ഷ്യമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അത് ഇൻഷുറൻസ് തുക ഇവൻ കല്യാണം കഴിച്ചാൽ മാത്രമേ അവകാശപ്പെടാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതെന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഇവ കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്നത്. ഈ ഇൻഷൂർ തുക 73% എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ നല്ലൊരു ഇത് വരും. അപ്പോൾ നല്ലൊരു തുക കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ഇതിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത്. മകളുമായി ബന്ധമുള്ള വ്യക്തിക്ക് ഭാര്യയും മകളും ഉണ്ടെന്ന വിവരം ബോധ്യപ്പെടുത്തി ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് കുടുംബം ശ്രമിച്ചത്. ഇയാളും ഭാര്യയുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹോം നഴ്സിനെ ഉൾപ്പെടെ ഏർപ്പാടാക്കി മികച്ച പരിചരണമാണ് മകൾക്ക് നൽകി വരുന്നത്. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ CPIM ഏരിയ കമ്മിറ്റി അംഗം മകളെ വീട്ടുതടങ്കലിലാക്കി എന്ന രീതിയിലാണ് വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. 43 വർഷം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന താനിപ്പോൾ ബ്രാഞ്ച് അംഗം മാത്രമാണെന്നും ഭാസ്കരൻ പറഞ്ഞു. ഞാൻ ഇതുവരെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയവും അതുപോലെ തന്നെ വർഗീയോ അതുപോലെ തന്നെ മതമോ രാഷ്ട്രീയം ഒന്നുമില്ലാതെ ജാതിയൊന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടുമധ്യസ്ഥം 18 വയസ്സിലേ തുടങ്ങിയാണ്. കുടുംബ മധ്യസ്ഥം കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി പറ്റി. ആ രീതിയിൽ ഇടപെടുന്ന ഒരുത്തനാണ് ഞാൻ. നേരത്തെ പെൺകുട്ടിയെ തടഞ്ഞുവെച്ചുവെന്നും മോചിപ്പിക്കണമെന്നും കാണിച്ച് തളിപ്പറമ്പ് സ്വദേശി വഴി നാഡീവൈദ്യൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി വിശദമായ അന്വേഷണം നടത്തി ഹൈക്കോടതി തള്ളിയിരുന്നു. വ്യാജ പ്രചാരണത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാസ്കരൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.